ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചേറെ തിരക്കിലാണ്, എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം ഇനി എപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതെത്തുമെന്നോ എപ്പോഴാണ് ഇത് കയ്യിലെത്തുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നെറ്റിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇതെപ്പം അപ്ലോഡ് ആകും എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വീഡിയോ ഞാനങ്ങ് ഓൺ ദ വേയിലങ്ങ് ചെയ്യുകയാണ്. അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഹോട്ട്സ്പോട്ടോ വല്ലതും ഇട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് പേനയൊന്നുമില്ലേ, നിങ്ങൾ സഹകരിക്കുക. ഓക്കെ, ഇന്നത്തെ ഒരു മാർക്കറ്റിലെ ആദ്യത്തെ ആ ഒരു 1.5 മണിക്കൂറിനകം ഓക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ന്യായം പാലിച്ച് മാറിയവർ മിടുക്കന്മാർ മിടുക്കന്മാർ. അവർക്ക് പിന്നെ ആ രാവിളക്കോളം കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ മുകളിലോട്ട് നോക്കുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആ ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 2 ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മാർക്കറ്റിലുള്ളത്. നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം എങ്ങനെയാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരു ഷോർട്ട് കവറിങ് റാലി എന്ന് അങ്ങ് 100% പറയാൻ പറ്റത്തില്ല. 100% ഇത് പർപ്പസ്ഫുള്ളി മേലോട്ട് ഒന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്. കാരണം ഗ്ലോബലി ഇപ്പോഴും അൺസർട്ടനിറ്റിയാണ്. ഇന്ത്യയുടെ കാര്യം ട്രേഡ് താരിഫിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി നിൽക്കുകയാണ്. എങ്കിലും 24,700 പുട്ട് റേറ്റിംഗ് കോൾ റേറ്റിംഗ് ഉള്ളവർക്ക് അവരുടെ ഒരു ഷോർട്ട് കവറിങ് ആയിരുന്നു നമ്മൾ ഈ കണ്ടത്. അപ്പം 22,700 നിന്ന് ധാരാളം ആൾക്കാർ അവിടുന്ന് അൺവൈൻഡ് ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പോൾ ആ ഒരു അൺവൈൻഡിങ്ങാണ്, ഷോർട്ട് കവറിങ് ആണ്. അവിടുന്ന് ഷോർട്ട് ചെയ്ത് 24,700 ഷോർട്ട് ചെയ്തവരൊക്കെ അവിടുന്ന് ഇറങ്ങി ഓടേണ്ട ഒരവസ്ഥ വന്നു. അതാണ് ഇപ്പോൾ ഈ കണ്ട സംഭവം. എങ്കിലും ഇതൊരു ഫുൾ സിംഗിലുള്ള ഷോർട്ട് കവറിങ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അങ്ങനെ ഷോർട്ട് കവറിങ് ആയിരുന്നെങ്കിൽ ഇത് തുടരെ മേലോട്ട് പോകണമായിരുന്നു. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ആ എക്സ്പയറിയുടെ ഒരു വോളറ്റാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഷോർട്ട് കവറിങ്. ഓക്കെ, ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. നാളെ നമുക്ക് കറക്റ്റ് നമ്മളുടെ ലെവൽ നോക്കിക്കേ. 2 ഗ്രീൻ ലൈൻ നമ്മൾ വരച്ചിട്ടിരുന്നു ഇല്ലേ. ഈ ഗ്രീൻ ഞാൻ പറഞ്ഞു 24,500 എന്ന് പറഞ്ഞതും 24,850 എന്ന് പറയുന്നത് ഒരു മേജർ സംഭവമാണ്. ഇത് ബ്രേക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 250 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് മാർക്കറ്റ് ആ ഏരിയയിൽ തട്ടി വന്ന് അവിടെ ക്ലോസ് ചെയ്തു. അപ്പം പലരും ചോദിക്കുന്നു, സാർ ഇതെങ്ങനെ വരയ്ക്കുന്നത്, കൃത്യമായിട്ട് നിങ്ങളെങ്ങനെ ഇത് ചെയ്തൊന്നും വെറും പഠനം മാത്രമാണ്. പഠനം ചാർട്ടിനകത്ത് നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുക, ആ കാര്യമാണ് ഞാനും എൻ്റെ വരയും എന്നുള്ള കാര്യത്തിന് അതിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത് പറയുമ്പോൾ തെറി വിളിക്കാൻ ആൾക്കാർ ഇതിൻ്റെ താഴെ കാണും. ഓക്കെ, ഇനി ഐ ഡോണ്ട് കെയർ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഇത്ര ക്ലിയറായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അതിൽ ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമുക്കത് വഴിയേ കാണും, അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പം കൃത്യമായിട്ട് നമ്മൾ വരച്ച 850 ലൈനിൽ വന്ന് തട്ടി തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ്, ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതുപോലെ തന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് ട്രേഡ് ഇല്ലേ. ഒരു പ്രൊഫഷണൽ ട്രേഡറാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് ട്രേഡ് എടുക്കത്തില്ല. പിന്നെ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ റിസ്കി ട്രേഡറാണ് ഈ ആദ്യത്തെ 15 മിനിറ്റ് ട്രേഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനും അവിടെ നമുക്ക് എന്തില്ല, ട്രേഡില്ല. അപ്പം ഇവിടെ നിങ്ങൾ എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാകും. എന്താ ഇവിടെ ഒരു കാര്യം? ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ, ഈ 15 മിനിറ്റ് ക്യാൻഡിൽ വിട്ടേരെ. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ്, ഞാൻ പഠിപ്പിച്ച കാര്യം കറക്റ്റാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യമല്ല പറഞ്ഞത്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതാ നോക്കിക്ക്, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത ശേഷം തിരിച്ച് നേരെ റിവേഴ്സ് ചെയ്തു ഇല്ലേ. റിവേഴ്സ് ചെയ്ത് ഈ നമ്മുടെ ലൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അതിന് ശേഷം വന്ന് റെഡ് ക്യാൻഡിൽ വന്നു. പക്ഷേ ഈ റെഡ് ഞാൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്, ഏതെങ്കിലും ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ എൻഗൾഫിങ് അല്ലെങ്കിൽ ഒരു ഫുൾ സ്വിങ് ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ 50% കട്ട് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഴുന്ന റെഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ആ റെഡ് ക്യാൻഡിൽ എന്ത് ചെയ്യണം, പ്രീവിയസ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ 50% കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രീവിയസ് ക്യാൻഡിൽ ഇൻവാലിഡ് ആകത്തുള്ളൂ. ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ ആ കാര്യം പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് സംഭവിച്ചത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ബുള്ളിഷായിട്ട് മുകളിലോട്ട് പോയി. ഇവിടെ നോക്കിക്കേ, 50% കട്ട് ചെയ്തില്ല. അതിനുശേഷം അവിടെ കൺസോൾഡേറ്റ് ചെയ്തു. ഇവിടെ
കട്ട് ചെയ്തു ഇല്ലേ, ഇവിടെ തേർഡ് ക്യാൻഡിലാണ് കട്ട് ചെയ്ത്. അത് നമുക്ക് സ്വീകാര്യമല്ല. നമ്മളെപ്പോഴും സെക്കൻഡ് ക്യാൻഡിലാണ് നോക്കുന്നത്. അപ്പോഴും ഇവിടെയും റിജക്ഷൻ വന്നു, ഇവിടെയും റിജക്ഷൻ വന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ കിട്ടി. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ഇതേ സിനാരി തന്നെയാണ് ഇവിടെ നിന്ന്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തില്ല, 50% കട്ട് ചെയ്തില്ല. ഇവിടെ എന്ത് ചെയ്തു, 50% കട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, ഇനിയും വീഴാൻ മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലായി ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ചെറിയ സ്റ്റോപ്പ് ലോസ്, ഈ പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് നോക്കാം. അടിച്ചാലും ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഇല്ലേ. കിട്ടിയാൽ നമുക്ക് നല്ലൊരു ടാർഗറ്റ് കിട്ടും. ആ ഒരു ടാർഗറ്റാണ് ഇവിടെ കിട്ടിയത്. ഏകദേശം ഇവിടെയൊക്കെ സെൻസെക്സ് 80,000 81,000 PE 150 രൂപയിൽ നിന്ന് ഇവിടെ വരെ വന്നപ്പോൾ 400 രൂപയായി. 400 രൂപ, അതാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം വെറും 0 ആയിട്ട് മാറി. ആലോചിച്ച് നോക്കിയേ, 150 നിന്ന് 400 വന്നിട്ട് ആ 400 അവസാനം എന്ത് ചെയ്തു, അവസാനം നമുക്ക് സെൻസെക്സ് അത് 0 ആയിട്ട് മാറി. ഞാനിതിൽ ട്രേഡ് എടുത്തു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ 150 എടുത്തിട്ട് 400 ക്ലോസ് ചെയ്ത് ഒരു സാഹചര്യം ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പം അങ്ങനെ ഇവിടെ ന്യായം പാലിച്ച് കിട്ടിയവർക്ക്, പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് ക്ലിയർ ആയിട്ട് ഈ കാര്യം മനസ്സിലായി കാണും ഇല്ലേ. 50% കട്ട് ചെയ്ത് ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു. അങ്ങനെ ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ആ ട്രേഡ് സുന്ദരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇത് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയ ധാരാളം ആൾക്കാരുണ്ട്. സാറേ പരിപാടി നിർത്തി കീൽസ് ചോണാക്കി എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു. അവരൊക്കെ ഭാഗ്യവാന്മാർ. പിന്നെ വീഴും എന്ന് നോക്കിയിരുന്നവർക്ക് പണിയായി. ഓക്കെ, അപ്പം എനിക്കും ഇവിടെ ഒരു ചെറിയ പണി കിട്ടി. ചെറിയ പണി കണ്ടില്ല, ഞാനൊരു നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇപ്പോഴും ഇവിടെ ഞാനൊരു 5 ലോട്ടാണ് എടുത്തിരുന്നത്. 5 ലോട്ട് സെൻസെക്സ് ആണ് എടുത്തിരുന്നത്. അതിൽ 4 ലോട്ട് ഞാനിവിടെ ബുക്ക് ചെയ്ത്, ബാക്കി ഒരെണ്ണം നേർച്ചക്കോഴി എന്ന് പറഞ്ഞ സാധനമുണ്ട്, നേർച്ച പോലെ വെച്ചിരുന്നു. ചിലപ്പം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ബെനിഫിറ്റ് കിട്ടും. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈ പ്രൈസ് ആയിരിക്കും അതിൻ്റെ എസ്എൽ. അപ്പം ആ ബാക്കി 4 നമ്മൾ പ്രോഫിറ്റ് ചെയ്ത് സേഫാണ്. ബാക്കി 5ാമതൊരെണ്ണമാണ് നമ്മൾ റിസ്കിന് വെച്ചത്. ഇത് കട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, എസ്എൽ അടിച്ചു, അത് പോയി, അത് കഴിഞ്ഞു. നമ്മളത് വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ഇനി അടുത്ത ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഇവിടുന്ന് ശേഷം നമ്മുടെ ലൈൻ കൃത്യമായിട്ട് വളരെ ഫോഴ്സ്ഫുള്ളി നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു ഇല്ലേ. കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് വന്നിട്ട് വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തു. നോക്കിക്കേ, ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിക്കേ, കൃത്യമായിട്ട് 80%, 75-80% എന്ത് ചെയ്തു, ഈ ലൈനിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, നമുക്ക് ക്ലോസിങ് കിട്ടി. ഞാൻ പഠിപ്പിച്ചത് എങ്ങനെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 75 മുതൽ 80% വരെ ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നൊരു ട്രേഡ് നോക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ്. ഇവിടെ താഴെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടി താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, നമുക്ക് റിട്ടേൺ നോക്കാം. അങ്ങനെ ട്രേഡ് എടുത്തവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. എത്ര പേര് എടുത്തില്ല എന്നുള്ളത് നിങ്ങൾ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. അല്ല ഇനി മാർക്കറ്റ് പൊട്ടും പി എന്ന് പറഞ്ഞ് നോക്കിയിരുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, അത് സ്വാഭാവികമാണ്. കാരണം പല പ്രാവശ്യം അങ്ങനെ മാർക്കറ്റ് അങ്ങനെ പ്രീവിയസ് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. മേലോട്ട് കയറിയിട്ട് അവസാനം നോക്കിക്കുക, മേലോട്ട് കയറി പൊട്ടി വീഴുന്നു, പിന്നെ ഇവിടുന്ന് മേലോട്ട് കയറി പൊട്ടി വീഴുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൽ ഇവിടെയും പ്രതീക്ഷിച്ചു. പക്ഷേ ആ പൊട്ടൽ അങ്ങനെ പ്രതീക്ഷിക്കുമെന്ന് ആർക്കറിയാം, അവന്മാർക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ സെൻറ്റിമെൻറ്റ്സ് വെച്ച് അവർ പർപ്പസ്ഫുള്ളി മേലോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് നടത്തി, അല്ലെങ്കിൽ ഒരു ബൈ നടത്തി മാർക്കറ്റിനെ മുകളിൽ കൊണ്ടുപോയി. പക്ഷേ ഇത് ശാശ്വതമാണോ എന്നുള്ളതാണ് ചോദ്യം. അത് നാളെ മാത്രമേ നമുക്കറിയത്തുള്ളൂ ഇത് ശാശ്വതമായിട്ട് നിലനിൽക്കുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് എന്നത് പറയാനുള്ളത്. അപ്പം ഏത് രീതിയിലായാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാവകാശവും അവസരവും ഉണ്ടായിരുന്നു. അത് എങ്ങനെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു പോയി നമ്മൾ കറക്റ്റ് നമ്മുടെ വരയിൽ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 821 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സിനാരി. അപ്പോൾ നാളെ വരയ്ക്കാനൊന്നുമില്ലല്ലോ, അറിയാമല്ലോ, വരയ്ക്കാനൊന്നുമില്ല. എവിടെ ഓപ്പൺ ചെയ്യുന്നു ആ വഴിക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ. 25,000 ഇവിടെ കിടപ്പുണ്ട്. 25,000 ഇനി നാളെ 25,000 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി നോക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ 670, ഈ 670 പൊട്ടിയെങ്കിൽ മാത്രമേ ലോങ് അൺവൈൻഡിങ് നടക്കത്തുള്ളൂ. 670 പൊട്ടിയാലേ അൺവൈൻഡിങ് നടക്കത്തുള്ളൂ. ഈ 25,000 850 നടന്നിരിക്കുന്നത് 25,000 പൊട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് കവറിങ് റാലി നടക്കത്തുള്ളൂ. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് വഴിയെ കണ്ടറിയാം. ഓക്കെ, ഒത്തിരി പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, സമയം പോകുന്നു. അടുത്ത ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ അത് വോൾ തന്നെ. അതാ നോക്കിക്കേ, എന്ത് ക്ലിയറാണ് നോക്കിക്കേ. വന്ന് കറക്റ്റ് ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ച് വന്നു നമ്മുടെ ഓസിലേറ്റ് ചെയ്തിരുന്നു. അതല്ലേ വന്ന് നേരെ തിരിച്ച് ഇവിടെ ഒന്നും പറയാനില്ല. എല്ലാം ക്ലിയർ പിക്ചറാണ്, എല്ലാം ക്രിസ്റ്റൽ ക്ലിയറാണ് അല്ലേ. ഒന്നും പറഞ്ഞു തരാനൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മുടെ ലൈനിൽ വന്ന് ഇത് ബാങ്ക് നിഫ്റ്റിയാണ് ആലോചിക്കണേ.
വന്നു ഇവിടെ കൺസോളിഡേറ്റ് എവിടെയാണ് ഓപ്പണിങ് അല്ലേ? ഓപ്പൺ ചെയ്തു, നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്തു, വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. നമ്മുടെ ഈ ലൈനിൽ തന്നെ വന്ന് ടച്ച് ചെയ്ത് അവസാനം ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി. അപ്പം ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പിടിയും തരാത്ത ഒരൊറ്റ എണ്ണനെ ഉള്ളൂ നിഫ്റ്റി മിഡ് ക്യാപ്പ്. ഒരു ദിവസം താഴോട്ട് പോകും, ഒരു ദിവസം മേലോട്ട് പോകും. ഒരു പിടിയും തരാത്ത ഒരു ഇൻഡെക്സ് ആണ് മിഡ് ക്യാപ്പ്. കാരണം നമുക്കവിടെ ട്രേഡ് ചെയ്യാൻ തന്നെ പേടി. കാരണം 140 ക്വാണ്ടിറ്റിയാണ്. ഏതെങ്കിലും രീതിയിൽ നമുക്ക് എതിരെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് വേണം നമ്മളത് ട്രേഡ് ചെയ്യാൻ. കിട്ടിയാൽ നല്ല കിട്ടും, പക്ഷേങ്കിൽ പോയാൽ അതുപോലെ തന്നെ പോവുകയും ചെയ്യും. എങ്കിലും നമ്മുടെ കൃത്യമായി നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഇത് നോക്കി തന്നെ ട്രേഡ് ചെയ്യുക. ഇവിടെ എങ്ങനെ ഓപ്പൺ ചെയ്ത് ഇവിടെ ചിലപ്പോൾ ഇവിടുന്ന് താഴോട്ട് വരാനുള്ള സാധ്യത നാളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം അത്രയ്ക്ക് മുകളിലെത്തി. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങൾ എക്സ്പയർ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയണം. ഒരു പക്ഷെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓടിച്ച് പറഞ്ഞു പോകുന്നു. ഇതെപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഞാൻ മാക്സിമം ഹോട്ട്സ്പോട്ടൊക്കെ വെച്ച് ഇത് ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇന്ന് രാത്രിക്ക് മുമ്പ് അല്ലെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് എന്തായാലും നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിലെത്തിക്കും. ഇല്ലേ, നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പ്രശ്നമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ നെറ്റ് സംഘടിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റിലിരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് ചെയ്യും. എങ്ങനെയായാലും നിങ്ങളുടെ കയ്യിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇത് എത്തിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും എല്ലാവരെയും ഇനി നേരിൽ കാണാം. അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ നാളെ ആശംസിക്കും. താങ്ക് യു ഓൾ.